കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല രാവിലെ സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം അടുത്തു വരികയാണ്. നിങ്ങളെല്ലാവരും വളരെ സമാധാനത്തോടുകൂടെ രാവിലെ എഴുന്നേറ്റു എന്ന് വിശ്വസിക്കുകയാണ്. രാത്രിയിൽ താമസിച്ച് കിടന്നാലും അതിരാവിലെ എഴുന്നേൽക്കാതിരിപ്പാൻ കഴിയത്തില്ലല്ലോ. അതിരാവിലെ നമുക്ക് ദൈവസന്നിധിയിൽ തമ്പുരാന്റെ പാദപീഠത്തിലേക്ക് ചെല്ലുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ഒരുപാട് ആളുകൾ വളരെ മാനസികമായ പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഈ രാവിലെ സമയത്ത് അല്പനേരം പ്രാർത്ഥിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഈ സന്ദേശം കേൾക്കുകയും അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം. സ്തോത്രം. അനേകര് രോഗക്കിടക്കയിൽ കിടക്കുകയാണ്. എങ്ങനെയാണ് അതിൽ നിന്ന് ഒന്ന് പുറത്തു വരുവാനായിട്ട് കഴിയുന്നത്? ശരീരം തളർന്നു കിടക്കുന്നവരുണ്ട്. മാരകമായിട്ടുള്ള രോഗത്താൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. ചികിത്സിച്ചിട്ട് ഭേദം വരാതെ വല്ലാത്ത വേദനയിൽ കഴിയുന്ന ആളുകളുണ്ട്. ഇങ്ങനെയുള്ളവർക്കൊക്കെ തിരുവെഴുത്ത് എന്താണ് അവർക്ക് നൽകുന്ന സന്ദേശം എന്താണ്? പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ രോഗശാന്തി അനുഭവിക്കുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് കർത്താവിനെ ആരാധിക്കുന്ന ദൈവമക്കളാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, ലോകത്തിൽ രോഗശാന്തി അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അത് കർത്താവിനെ സ്നേഹിക്കുന്നവരാണ്, ആരാധിക്കുന്നവരാണ്. വിശ്വാസത്താൽ അവർ അത് പ്രാപിക്കുകയാണ്. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ അനേക രോഗികളെ കർത്താവ് സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ഏത് വിധത്തിലുള്ള രോഗികൾ വന്നാലും അവരെ സൗഖ്യമാക്കുന്ന ആ വലിയ കരം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അന്ന് മാത്രമല്ല, ഇന്നും കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ സമർപ്പിതമായ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏതൊരു വ്യക്തിക്കും കർത്താവ് വലിയ സൗഖ്യം നൽകുന്നത് നമുക്ക് കാണുവാനും ആ സാക്ഷ്യങ്ങൾ കേൾക്കുവാനും ഒക്കെ കഴിയുന്നുണ്ട്. ദൈവത്തിനു സ്തോത്രം. ഇന്ന് ഒരുപാട് ആളുകൾ വിവിധമായ രോഗപ്രയാസങ്ങളിൽ കൂടെ കടന്നുപോയി. ഏത് വീട്ടിൽ ചെന്നാലും രോഗത്താൽ പിടിക്കപ്പെട്ട സാഹചര്യങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. ഇനി നമ്മൾ ആശുപത്രിയിലേക്ക് ചെന്നാലോ, പഴയ കാലത്തൊന്നും ആശുപത്രിയിൽ വലിയ തിരക്കില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും വലിയ തിരക്കാണ്. കാരണം മാരകമായിട്ടുള്ള രോഗങ്ങൾ മനുഷ്യനെ കാർന്നു തിന്നുകയാണ്. ഞാൻ നിങ്ങളോടൊരു ഉറപ്പ്, ദൈവവചനത്തിൽ കൂടെ ഒരു ഉറപ്പ്, എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, രോഗത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് 100% ഉറപ്പ് നൽകുന്ന ഒരു സന്ദേശമാണ് നൽകാനായിട്ട് പോകുന്നത്. നിങ്ങളത് കേൾക്കാതെ പോകരുത്. നിങ്ങൾ കേൾക്കുക മാത്രമല്ല, മറ്റുള്ളവരുടെ അടുക്കലേക്ക് ഇത് എത്തിക്കണം. കാരണം ഒരുപാട് ആളുകൾ വളരെ പ്രയാസത്തിൽ കൂടെ കടന്നു പോവുകയാണ്. ചിലർക്ക് വേദന കൊണ്ട് എന്താ ചെയ്യേണ്ടെന്നറിയത്തില്ല. മരുന്നുകൾ മാറി ചികിത്സകൾ നടത്തിയിട്ട് ഒരു വിധത്തിലും ഭേദം വരാത്ത ഒരുപാട് ആളുകൾ എനിക്ക് വ്യക്തിപരമായിട്ടറിയാം. ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാഞ്ഞിട്ട് വളരെ വേദനിക്കുന്ന ജീവിതങ്ങളെ നമുക്കറിയുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ഇന്ന് 2-3 കാര്യങ്ങൾ വളരെ വേഗത്തിൽ, ചില മിനിറ്റുകൾ മാത്രമാണ്, ഷോർട്ട് മെസ്സേജാണിത്. എല്ലാ ദിവസവും രാവിലെ ഈ സന്ദേശങ്ങൾ പറയുന്നത് കൊണ്ട് ഷോർട്ട് സന്ദേശമാണ് നൽകപ്പെടുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേഗത്തിൽ കേൾക്കുക. നമ്മുടെ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ കർത്താവിൻ്റെ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന, അവൻ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു എന്നാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്തിൽ കൂടെ നമുക്ക് നിത്യജീവൻ മാത്രമല്ല, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് രോഗശാന്തിയും കൂടി അനുഭവിക്കുവാനുള്ള അവകാശം ദൈവം നൽകിയിട്ടുണ്ട്. ദൈവത്തിന് അത് ക്രിസ്തുവിൽ കൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നൽകപ്പെടുന്നത്. ഇന്ന്
രാവിലെ സമയത്ത് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം ഇതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നെങ്കിൽ, ചിലപ്പോൾ ആരോടും പറയാൻ കഴിയാത്ത നിലയിൽ രഹസ്യ മേഖലകളിലുള്ള രോഗമായിരിക്കാം, വയറിനകത്തെ വേദനകളായിരിക്കാം, അല്ലെങ്കിൽ പുറത്ത് നട്ടലിന് വേദനയായിരിക്കാം, പെടലിക്ക് വേദനയായിരിക്കാം. ഇങ്ങനെ വിവിധ വേദനകൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. പല രോഗങ്ങളുടെയും പിന്നിലുള്ള കാരണങ്ങൾ പ്രിയപ്പെട്ടവരെ പൈശാചികമായ പോരാട്ടങ്ങളാണ്. ഒരു 80% രോഗം പൈശാചികമായ പോരാട്ടത്തിൽ നിന്ന് ഉളവാകുന്ന രോഗങ്ങളാണ്. 80%. ബാക്കി 20% രോഗമെന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ ക്രമം തെറ്റിയുള്ള ഭക്ഷണ രീതികൾ, ഈ കാലഘട്ടങ്ങളിലെ ഭക്ഷ്യവസ്തുക്കളിൽ നിന്നുള്ള വിഷാംശങ്ങൾ, പ്രകൃതിയിൽ നിന്നുള്ള വിവിധമായ രോഗാണുക്കളുടെ ആക്രമണം, നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശക്തി കുറവുള്ള സാഹചര്യങ്ങൾ, ഈ നിലയിലുള്ള രോഗങ്ങളൊക്കെ പലപ്പോഴും 20% ഉള്ളൂ. ബാക്കി 80% ആളുകൾ പൈശാചികമായ കെട്ടുപാടുകളിൽ വീണിട്ട് ഉണ്ടാകുന്ന രോഗമാണ്. അപ്പൊ അതിന് നമുക്ക് നല്ലൊരു മാർഗമുണ്ട്. ഓടി ക്രൂശിന്റെ ചോട്ടിലോട്ട് ചെല്ലുക. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ ക്രൂശിന്റെ ചോട്ടിൽ ചെന്നെങ്കിൽ, അല്ലെ യേശുക്രിസ്തുവിന്റെ പാദപീഠത്തിലേക്ക് ചെന്നെങ്കിൽ മാത്രമേ, അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടത്തിയെങ്കിൽ മാത്രമേ അത് ഏത് നിലയിലുള്ള വിഷയമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഈ രാവിലെ സമയത്ത് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം ഇതാണ്. പോസിറ്റീവായ ഒരു സന്ദേശമാണ് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. തിരുവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നത് വളരെ പ്രയോജനകരമായ ഒരു വാക്യമാണ്. വളരെ ശ്രദ്ധയോടെ നിങ്ങൾ അത് എന്ത് ചെയ്യണം? വായിക്കണം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മളെടുത്ത് വായിക്കുമ്പോൾ നമുക്ക് ആ വാക്യത്തിനകത്ത് വളരെ ശ്രദ്ധേയമായ ഒരു വാക്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യമാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ദൈവത്തിന് സ്തോത്രം ഒന്ന് വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാം. 33-ന്റെ 6 37 33-ന്റെ 6. ഇങ്ങനെയാണ് ആ വാക്യം എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിച്ചാട്ട്, ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി സൗഖ്യമാക്കുകയും സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. നോക്കുക, അവിടെ എഴുതിയിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അവിടെ യിരെമ്യാ പ്രവാചകൻ വളരെ ശക്തമായ നിലയിൽ സന്ദേശം പറയുകയാണ്. ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും. രോഗശാന്തി ഉണ്ടായാൽ ആരോഗ്യമുണ്ടാകണം, രോഗം സൗഖ്യമായാൽ ആരോഗ്യമുണ്ടാകണം. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, രോഗം സൗഖ്യമായി പക്ഷെ ശരീരത്തിന് ആരോഗ്യം ഇല്ല. എന്നാൽ അങ്ങനെയല്ല. രോഗശാന്തി നമ്മുടെ ശരീരത്തിൽ ഉണ്ടായാൽ ആരോഗ്യമുണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ രോഗശാന്തിയിൽ നിന്ന് ഉൽപ്പാദിതമാകുന്ന രോഗശാന്തി ശരീരത്തിൽ ഉണ്ടായാൽ നമുക്ക് ലഭിക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരോഗ്യം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ സമയത്ത് ഞാൻ ചോദിക്കുക, നിങ്ങളുടെ ശരീരത്തിന് വേണ്ടതായ ആരോഗ്യമില്ലേ? നിങ്ങളുടെ ശരീരം എപ്പോഴും തളർന്നും ക്ഷീണിച്ചും ബലഹീനപ്പെട്ടുവാണോ നിങ്ങളായിരിക്കുന്നത്? ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ, ഞാൻ രോഗശാന്തിയും ആരോഗ്യവും നൽകുന്ന ദൈവമാണ്. അടുത്ത പറയാണ്, സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ രോഗശാന്തി, ആരോഗ്യം, സമാധാനം, സമൃദ്ധി. രോഗശാന്തി ഉണ്ടെങ്കിൽ ആരോഗ്യമുണ്ട്, ആരോഗ്യമുണ്ടെങ്കിൽ സമാധാനമുണ്ട്, സമാധാനമുണ്ടെങ്കിൽ സമൃദ്ധിയുണ്ട്. അപ്പോൾ ഈ 4ഉം കണക്ട് ചെയ്തിരിക്കുകയാണ്. നിനക്ക് ഫസ്റ്റ് വേണ്ടത് രോഗശാന്തിയാണ്. നിന്റെ ആന്തരിക രോഗശാന്തി, അകത്തെ ആത്മാവ് സംബന്ധിച്ചുള്ള ഒരു വലിയ രോഗശാന്തി ഉണ്ടാകണം. അകത്തെ ആന്തരികമായ സൗഖ്യമാണ് ആദ്യം നമുക്ക് ഉണ്ടാകേണ്ടത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന് വലിയ സൗഖ്യമുണ്ടാകും. ശരീരത്തിന് സൗഖ്യമുണ്ടായാൽ നാം ആരോഗ്യമുള്ളവരായിത്തീരും. നമ്മുടെ ഹാർട്ട്, നമ്മുടെ ലങ്സ്, നമ്മുടെ കിഡ്നി, നമ്മുടെ വൃക്ക, അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ നാഡീനരമ്പുകൾ, പേശികൾ, കോശങ്ങൾ, അസ്ഥികൾ, മജ്ജ, ഇതെല്ലാം ആത്മാവിൽ ആരോഗ്യമുള്ള തലത്തിലേക്ക് മാറുമ്പോൾ നമുക്ക്
ആ ദൈവത്തെ അധികമായി ആരാധിപ്പാനും സ്തുതിപ്പാനും കഴിയും. അപ്പോൾ ആരോഗ്യം, രോഗശാന്തി ലഭിക്കപ്പെട്ടിരിക്കുന്നു. തുടർന്ന് ആരോഗ്യം അതിൽ കൂടെ ഉണ്ടാകുന്നു. പിന്നെ തുടർന്ന് സമാധാനം ഉണ്ടാകുന്നു, സമൃദ്ധി ഉണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പലരും വളരെ പ്രയാസത്തിൽ കൂടെ കടന്നുപോവുകയാണ്. എന്താണെന്നറിയോ? രോഗം വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിലേക്ക് ഓടുകയാണ്. ഞായറാഴ്ചയാണെങ്കിലും ശരി, ആരാധനയ്ക്കൊന്നും വരാതെ ചെറിയ ജലദോഷം വന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? രാവിലെ എഴുന്നേറ്റ് ജില്ലാ ആശുപത്രിക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി അവിടെ പോയി ക്യൂ നിൽക്കുകയാണ്. 12-1 മണിയായപ്പോൾ തന്നെ ചീട്ട് കിട്ടി. ദൈവത്തിന് സ്തോത്രം. ഡോക്ടറെ കണ്ടപ്പോൾ അവിടുത്തെ പാരാസെറ്റമോൾ എന്ത് ചെയ്തു? ഗുളിക കൊടുത്തു. ഞാൻ ഓർപ്പിച്ചു വന്ന അതേസമയം ഈ ആരാധനയ്ക്ക് ഞായറാഴ്ച രാവിലെ നീ ആശുപത്രിയിലേക്ക് വെച്ച് കെട്ടാതെ ആരാധനാലയത്തിൽ വന്ന് ദൈവസഭയോട് പറയുക, കർത്താവിൻ്റെ ദാസന്മാരെ, ദൈവമക്കളെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ ഇന്ന പ്രയാസത്തിലാണ്, നിങ്ങൾ പ്രാർത്ഥിച്ച എനിക്ക് സൗഖ്യം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആമേൻ എന്ന് പറഞ്ഞ് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ രോഗശാന്തി ഉണ്ടാകും. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് അതെല്ലാം പോയി, വിശ്വാസമെല്ലാം പോയി. ഒരു കാലഘട്ടങ്ങളിൽ നിങ്ങൾക്കറിയാവോ, ആരെങ്കിലും രോഗിയായി തീർന്ന നേരെ ചർച്ചിലേക്ക്, ഫെയ്ത്ത് ഹോമിലേക്ക് ആ രോഗിയെ കൊണ്ട് പോവുക. പിന്നെ അവിടെയുള്ള ദൈവമക്കൾ ഒന്നിച്ച് വട്ടമിരുന്ന് പ്രാർത്ഥിച്ച് എന്ത് ചെയ്യുക? സൗഖ്യത്തോടെ എഴുന്നേൽപ്പിക്കുക. സൗഖ്യം ആ പ്രാർത്ഥനയിൽ കൂടെ ലഭിക്കുക. ഇന്ന് അത് പോയിട്ട് ഇന്ന് എനിക്ക് മേല പാസ്റ്ററെ, ഞാൻ ഈ ആലയത്തിലേക്ക് വന്നിരിക്കുക, എനിക്ക് വേണ്ടി ശലനേരം പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ആളുകൾ ഇല്ല എന്നുള്ളതാണ് പരമാർത്ഥമായ സത്യം. ഞാൻ പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിക്കപ്പെടുന്ന രോഗശാന്തി ആമേൻ പൂർണ്ണമായ വിടുതലാണ്. ആകയാൽ നിങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിച്ച് ആത്മാവിൽ മുന്നേറുവാനുള്ള ഒരു നല്ല ആമേൻ സൗഖ്യവും ആരോഗ്യവും